യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ഉണ്ടാക്കിയ പുതിയ ഉഭയകക്ഷി ധാരണകളുടെ അടിസ്ഥാനത്തിൽ ആഗോള എണ്ണ വിപണിയിലേക്ക് ഇറാൻ ശക്തമായി തിരിച്ചുവരുന്നു എന്ന വാർത്തകൾ രാജ്യാന്തര തലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കൻ ഉപരോധങ്ങളുടെ നിഴലിലായിരുന്ന ഇറാന്റെ ഊർജ്ജ മേഖലയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നതാണ് പുതിയ കരാറെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴി തുറക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒന്നായ ഇറാന്റെ തിരിച്ചുവരവ് വെറുമൊരു സാമ്പത്തിക ഇടപാടിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് ആഗോള ഭൗമ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത സാമ്പത്തിക ഊർജ പ്രതിരോധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. നിർദ്ദിഷ്ട ധാരണാപത്രം യാഥാർത്ഥ്യമാകുന്നതോടെ ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ ഉണ്ടായിരുന്ന വിലക്കുകൾ പൂർണ്ണമായും നീങ്ങും. ഇറാന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ എണ്ണ വിപണി സജീവമാകുന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വർഷങ്ങളായി രാജ്യാന്തര വിപണിയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഇറാന്റെ എണ്ണ പ്രവാഹം വീണ്ടും ആരംഭിക്കുന്നത് ആഗോള ഇന്ധന വിലയെ എപ്രകാരം ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എണ്ണ കയറ്റുമതിക്ക് പുറമെ ഇറാന്റെ ബാങ്കിംഗ് മേഖലയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുന്നു എന്നതാണ് ഈ പുതിയ ധാരണയുടെ ഏറ്റവും നിർണായകമായ മറ്റൊരു വശം. അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് ഇറാന് ഇതുവരെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ബാങ്കിംഗ് ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ മറ്റു രാജ്യങ്ങളുമായി നേരിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താനും എണ്ണ വിറ്റഴിക്കുന്നതിലൂടെയുള്ള ലാഭം സ്വന്തം ബാങ്കുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനും ഇറാന് സാധിക്കും. ഇത് ഇറാന്റെ ആഭ്യന്തര വിപണിക്ക് നൽകുന്ന ഉണർവ് ചെറുതായിരിക്കില്ല. ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുവദിക്കുന്നതാണ് പുതിയ കരാറിന്റെ മറ്റൊരു പ്രധാന വശം. ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് അന്താരാഷ്ട്ര സമുദ്രപാതകളുടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നതിനും നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങൾ ഇതോടെ ഇല്ലാതാകും. ആഗോളതലത്തിൽ ഇറാന്റെ വ്യാപാര ശൃംഖലയെ വിപുലീകരിക്കാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. ഉപരോധങ്ങൾ മൂലം നിശ്ചലമായിരുന്ന ഇറാന്റെ കപ്പൽ ഗതാഗത മേഖലയ്ക്ക് പുതിയ ജീവൻ നൽകാൻ ഈ നീക്കം കാരണമാകും. ഇതോടൊപ്പം തന്നെ ഇൻഷുറൻസ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നതും ഈ കരാറിന്റെ വലിയൊരു വിജയമാണ്. രാജ്യാന്തര തലത്തിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന വലിയ കപ്പലുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. മുൻപ് അമേരിക്കൻ ഉപരോധങ്ങൾ ഭയന്ന ആഗോള ഇൻഷുറൻസ് കമ്പനികൾ ഇറാന്റെ കപ്പലുകൾക്ക് പരിരക്ഷ നൽകാൻ മടിച്ചിരുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതോടെ കൂടുതൽ സുരക്ഷിതമായും നിയമപരമായും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും എത്തിക്കാൻ ഇറാന് സാധിക്കും. ഈ പുതിയ നീക്കങ്ങളുടെ ഫലമായി ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഘട്ടം ഘട്ടമായി പൂർണ്ണതോതിൽ തുറക്കുമെന്ന വാർത്തയാണ് ലോകം ഏറ്റവും വലിയ ആശ്വാസത്തോടെ കേൾക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്ന ഈ പാതയിൽ ഇറാന്റെ സൈനിക സാന്നിധ്യവും നിയന്ത്രണങ്ങളും എപ്പോഴും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. പുതിയ കരാറിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിന്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. പ്രതീക്ഷിച്ചതുപോലെ ഈ കരാറിൽ ഇരു രാജ്യങ്ങളും അന്തിമ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള ദീർഘകാലത്തെ ശത്രുതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറും. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി പരസ്പരം പോരടിച്ചിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരമൊരു നയതന്ത്ര ധാരണയിൽ എത്തുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കടുത്ത നിലപാടുകളിൽ നിന്ന് ഇരുപക്ഷവും പിൻവാങ്ങാൻ തയ്യാറായി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഈ നാടകീയമായ മാറ്റം ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് ഈ നീക്കം വലിയ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ പ്രധാന പ്രാദേശിക എതിരാളികൾക്ക് അമേരിക്കയുടെ ഈ പുതിയ നിലപാട് മാറ്റം എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. മേഖലയിലെ ശക്തി സന്തുലനാവസ്ഥയെ ഇത് എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെ കുറിച്ച് ഇതിനകം തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഗോള എണ്ണവിലയിൽ വൻ ഇടിവുണ്ടാകാൻ ഈ കരാർ കാരണമായേക്കുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ വൻതോതിലുള്ള എണ്ണ ശേഖരം വിപണിയിലേക്ക് ഒഴുകിയെത്തുന്നതോടെ വിതരണത്തിൽ വലിയ വർധനവുണ്ടാകും. ഡിമാൻഡിനേക്കാൾ കൂടുതൽ എണ്ണ വിപണിയിൽ ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായും വില കുറയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറും. പുതിയ വ്യാപാര റൂട്ടുകളുടെ വികാസത്തിനും ഈ കരാർ വഴിതുറക്കും.
ഉപരോധങ്ങൾ കാരണം അടഞ്ഞുകിടന്ന പല അന്താരാഷ്ട്ര വാണിജ്യ പാതകളും ഇതോടെ വീണ്ടും സജീവമാകും. യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇറാന്റെ എണ്ണ നേരിട്ട് വാങ്ങാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. ഇത് ആഗോള വ്യാപാര രംഗത്ത് പുതിയ പങ്കാളിത്തങ്ങൾ രൂപപ്പെടുന്നതിനും പഴയ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിനും കാരണമാകും. മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സുസ്ഥിരതയ്ക്ക് ഈ കരാർ ഗുണം ചെയ്യുമോ അതോ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഇറാന് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറയുന്നത് മേഖലയിലെ അവരുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് മേഖലയിലെ സൈനിക സംഘർഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മറുവിഭാഗവും കരുതുന്നു. എന്തായാലും മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഈ കരാർ ഒരു പ്രധാന ഘടകമായിരിക്കും. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ തീരുമാനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാൻ ഇത്തരമൊരു ഇളവ് നൽകിയതിനെതിരെ അമേരിക്കയിലെ പ്രതിപക്ഷ കക്ഷികളും തീവ്ര നിലപാടുള്ള നേതാക്കളും രംഗത്ത് വരാൻ സാധ്യത ഏറെയാണ്. ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന പഴയ വാദങ്ങൾ അവർ വീണ്ടും ഉയർത്തിയേക്കാം. എന്നാൽ ആഗോള ഊർജ പ്രതിസന്ധി പരിഹരിക്കാനും അന്താരാഷ്ട്ര വിപണിയെ സുരക്ഷിതമാക്കാനും നയതന്ത്രപരമായ ഇത്തരം നീക്കങ്ങൾ അത്യാവശ്യമാണെന്ന നിലപാടിലാണ് അനുകൂലിക്കുന്നവർ. ദീർഘകാലമായി തുടരുന്ന ഉപരോധങ്ങൾ മൂലം കടുത്ത പ്രതിസന്ധി നേരിട്ടിരുന്ന ഇറാന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ കരാർ ഒരു പുനർജന്മം നൽകും. വിദേശ നാണയത്തിന്റെ വരവ് കൂടുന്നതോടെ രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഇറാന് സാധിക്കും. ഇത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഭരണകൂടത്തിന് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകാൻ കാരണമാകും. ആഗോളതലത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവുകളിലും ഈ കരാർ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ പുലർത്തിയിരുന്ന അടുത്ത ബന്ധം അമേരിക്കയുമായുള്ള പുതിയ ധാരണയോടെ ഏത് രീതിയിലേക്ക് മാറുമെന്നത് കൗതുകകരമാണ്. ഉപരോധങ്ങളുടെ കാലത്ത് ഇറാന് തുണയായി നിന്ന ഈ രാജ്യങ്ങൾ പുതിയ നയതന്ത്ര നീക്കത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന ഈ പുതിയ ധാരണാപത്രം വെറുമൊരു സാമ്പത്തിക കരാർ മാത്രമല്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിലെ ആഗോള രാഷ്ട്രീയത്തിന്റെയും എണ്ണ വിപണിയുടെയും ദിശ നിർണ്ണയിക്കുന്ന ഒരു ചരിത്ര രേഖയാണ്. കരാറിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ഗുണദോഷങ്ങൾ കൂടുതൽ വ്യക്തമാകൂ. എങ്കിലും ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്ന സൂചനയാണ് ടെഹ്റാനിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്.